ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വിദേശത്തേക്ക് കൂടി. മുഖ്യ സൂത്രധാരൻ സിംഗപ്പൂർ സ്വദേശിയായ മുസ്തഫ കമാലാണെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, നിരവധി അക്കൗണ്ടുകൾ, വ്യാജ അക്കൗണ്ടുകൾ, സാധാരണക്കാരായ ഒരുപാട് പേരുടെ പേരിൽ അക്കൗണ്ടുകൾ വരികയും അതനുസരിച്ച് കോടികളുടെ തട്ടിപ്പ് നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ഇപ്പോൾ കേസന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നതെല്ലാം മ്യൂൾ അക്കൗണ്ട്സ് ആണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് സംശയാസ്പദമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇതിന്റെ ഭാഗമായി തന്നെ ഉള്ളത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിംഗപ്പൂരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ്. കാരണം ഇതിന്റെ മുഖ്യ പ്രതി മുസ്തഫ കമാൽ സിംഗപ്പൂർ സ്വദേശിയാണ്, സിംഗപ്പൂർ നേറ്റീവാണ്. ഇയാളാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് വിജിലൻസ് പറയുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർ ക്രിപ്റ്റോ നിക്ഷേപം അടക്കം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അവിടേക്ക് പണം മാറ്റിയിട്ടുമുണ്ട്. അവിടേക്ക് എന്തുകൊണ്ട് പണം മാറ്റുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളൊക്കെ പറയുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് സോഫ്റ്റ്വെയർ ഇറക്കുമതിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ അത്തരത്തിലൊരു ഇറക്കുമതിയോ ഡിജിറ്റൽ ഇറക്കുമതിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഇഡിയുടെ കണ്ടെത്തൽ. എന്തായാലും ഇത്തരത്തിൽ അവിടുത്തെ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് ഈ മുസ്തഫ കമാലിനെ തേടണം. അതോടൊപ്പം തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അവിടുത്തെ എടുക്കുകയും വേണം. ഇതിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള രണ്ടുപേർ, അവർ മലയാളികളായിരുന്നു. അത് സയ്യിദ് മുഹമ്മദ്, അതോടൊപ്പം തന്നെ TG വർഗീസ്. ഈ രണ്ടുപേരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ്. തിങ്കളാഴ്ച തിരിച്ച് കോടതിയിൽ നൽകും. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കും. ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ 4 പേർ തമിഴ്നാട് സ്വദേശികളായിരുന്നു. അവർ ഏജന്റുമാരും സഹായികളുമായിരുന്നു ഈ തട്ടിപ്പ് സംഘത്തിന്റെ. ഇന്നലെ അറസ്റ്റിലായവർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഈ തട്ടിപ്പിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അത് ഇവരുടെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ കസ്റ്റോഡിയനായി നിന്നുകൊണ്ട് മറ്റു പലരുടെയും അക്കൗണ്ടുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഏകദേശം 718 കോടിയോളം രൂപയാണ് ഈ അക്കൗണ്ടുകളിലേക്ക് വന്നത്. അതായത് പാവപ്പെട്ട ആളുകളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും ഒക്കെ കിട്ടുന്ന പണമാണ് ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ ശേഖരിക്കുകയും അത് വിദേശത്തേക്ക് കടത്തുകയും ചെയ്തിട്ടുള്ളത്.